നമസ്കാരം. റോഡിൽ കൂടി പോകുമ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്ത് നല്ല ഭംഗിയുള്ള വ്യത്യസ്ത ഷേപ്പിലും വ്യത്യസ്ത രൂപത്തിലുമുള്ള കുറേ അധികം മഞ്ഞ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ അവിടെ വണ്ടി നിർത്തി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള കാട്ടുപൂക്കളായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അതിലേ പോയ ഒരു ചേട്ടൻ അവിടെ വണ്ടി നിർത്തി എന്തോ താല്പര്യത്താൽ. ആ ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് ഇത് വിചാരിച്ചതുപോലെ ഒരു കാട്ടുപൂ അല്ല എന്നുള്ളത് ആ ചേട്ടൻ പറഞ്ഞു തന്നത്. എന്ത് സാധനം ഇത്? ഇതാണ് ആറ്റുതകര. ആറ്റുതകര. ആറ്റുതകര ആ, ഇത് ഒരു കാട്ടുപൂവല്ലേ? കാട്ടുപോലെ ഇത് ശരിക്കും മരുന്നാണത്. ആ, പിന്നെ നമ്മൾ ശരീരത്തിൽ സോറിയാസിസ് ഒക്കെ വന്ന് ആ, ചൊറിച്ചിലുണ്ടാവും, അങ്ങനെയുണ്ടാവും. ഇതിൻ്റെ ഇല എടുക്കാം. ഇല എടുത്തിട്ട് അത്രയും തന്നെ അളവിൽ ആര്യവേപ്പിൻ്റെ ഇല അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പിഴിഞ്ഞ് ചാറെടുക്കാം. അപ്പൊ ഇത് ആയുർവേദശാല അവർ ഉപയോഗിക്കുന്നുണ്ടോ? ഇതിങ്ങനെ കാട്ടുപ്രദേശം ഇങ്ങനെ കാട് പിടിച്ചെടുത്തല്ലേ കാണുന്നുള്ളൂ? എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവില്ല. അത് ഈ കാട് പിടിച്ച് കിടക്കുന്നിടത്തേ ഉള്ളൂ, നട്ടു വളർത്തുന്നില്ല ആരും. കരുതട്ടിക്കളെ ആർക്കറിയില്ല എന്താണെന്നുള്ളത്. ശരി, ചേട്ടൻ കറക്റ്റ് ആളെയാണല്ലോ എനിക്ക് കിട്ടിയത്. ഇപ്പം അതിൻ്റെ പൂവ് നമുക്ക് കഫക്കെട്ടില്ല, നല്ല കഫക്കെട്ട് മാറാത്തത്. ഇതിൻ്റെ പൂവ് എടുക്കാം. പൂവ് എടുത്തിട്ട് കഴുകിയിട്ട് 2 ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ടാൽ ആറ്റുതകര. ആറ്റുതകര ശരി. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കഫക്കെട്ട്. ഇത് പൂക്കുന്നത് അപൂർവമാണോ അതോ എങ്ങനെയാണ്? എപ്പോഴും പൂക്കും അത്? എപ്പോഴും അല്ല, മഴയൊക്കെ വരുമല്ലേ, അപ്പോൾ അതിൻ്റെ പൂവ് വർഷത്തിൽ 1-2 തവണ. ഭയങ്കര ഭംഗിയാണ്. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വീടുകളിലൊന്നും ഒരിക്കലും കണ്ടിട്ടില്ല. ഇല്ല ഇല്ല, എൻ്റെ വീട്ടിലുണ്ട്. ആണോ? ശരി ചേട്ടാ. ചേട്ടൻ്റെ പേരെന്താ? അജിത് കുമാർ. അജിത് കുമാർ. കാസിയ അലാറ്റ അഥവാ സെന്ന അലാറ്റ എന്നാണ് ഈ പൂവിൻ്റെ ഇംഗ്ലീഷ് പേര്. മെക്സിക്കോ സ്വദേശിയാണ്. ലോകമെമ്പാടും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. വളരെയേറെ ഔഷധ ഗുണമുള്ളത് തന്നെയാണ്. പൂവിൻ്റെ കുല കണ്ടോ, താഴെ വിരിഞ്ഞ പൂവ്, മുകളിലേക്കുള്ള മൊട്ടുകളാണ്. മുകൾ ഭാഗം കണ്ടോ, അടഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നത്. അത് ഓരോ വിരിയാത്ത മൊട്ടിനുമുള്ള ഒരു കവറ് പോലെയുള്ള ഒരു ദളമുണ്ട്. ഈ മൊട്ടുകൾ വിരിയുമ്പോൾ ആ കവർ താഴെ വീഴുകയാണ് ചെയ്യുന്നത്. എന്തായാലും സംഭവം അടിപൊളിയാണ്. റോഡിൽ കൂടി പോകുമ്പോൾ നോക്കുക, പ്രത്യേകിച്ചും കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ പൂവ് കാണാൻ സാധിക്കുന്നത്. വ്യത്യസ്ത രൂപത്തിലും നല്ല ഭംഗിയുമുള്ള ഒരു അടിപൊളി പൂവാണ് ആറ്റുതകര.